ബട്ടർ സ്കോച്ചേ കിട്ടിയുള്ളൂ. ഇറ്റ്സ് ഓക്കേ. ഇതൊക്കെ ഇപ്പം എടുത്ത് നോക്കട്ടെ. നന്ദേട്ടാ, ബെൻകുട്ടന് നന്ദേട്ടന് ഭയങ്കര പേടിയാ. ഏട്ടൻ പോവാൻ വേണ്ടി കാത്തിരിക്കും. ഏട്ടൻ പോയ പിന്നെ മെല്ലെ വീട്ടില് വന്ന് ഓടി പാഞ്ഞ് ബെഡിൽ ചാടുന്നു, പിന്നെ ജനലിൽ കേറുന്നു. ഹോ, ഹീസ് സോ ക്യൂട്ട്. ഇതാരാ എടുത്തേ? നമ്മുടെ സെബാസ്റ്റ്യൻ സാറാ. നന്നായിട്ടുണ്ട്. നന്ദേട്ടാ, ബെന്നിന് കൊടുത്ത ഡോറ ഡോളില്ലേ നമ്മുടെ മോന്റെ, അത് അവന്റെ കയ്യിൽ നിന്ന് സ്വിമ്മിംഗ് പൂളിൽ വീണുപോയി. അയ്യോ, നമുക്ക് നാളെ തന്നെ ഒന്ന് വാങ്ങിക്കൊടുക്കാം പ്ലീസ്. ഓ അതിനെന്താ, ഞാൻ ടിഷ്യൂ എടുക്കാൻ മറന്നു, എടുത്തിട്ട് വരാം. ദേവാ, ഞാൻ നിനക്ക് കുറച്ച് ഫോട്ടോസ് വാട്സപ്പ് ചെയ്തിട്ടുണ്ട്. എന്താടാ പ്രോബ്ലം? അവർ രണ്ടുപേരും എൻ്റെ വില്ലയിൽ പുതിയതായിട്ട് വന്നവരാ. അവരുടെ പെരുമാറ്റ രീതിയൊക്കെ കാണുമ്പോൾ ഐ സ്മെൽ എ റാറ്റ്. ചിലപ്പോൾ എൻ്റെ പോലീസ് മെന്റാലിറ്റിയുടെ ഇഷ്യൂ ആയിരിക്കും. എന്നാലും ബെറ്റർ ടു ക്രോസ് ചെക്ക്, റൈറ്റ്? ലീവ് എടുത്ത് വീട്ടിൽ ഇരുന്നാലും നീ പഴയ സ്വഭാവം തന്നെ, പണിയൊന്നും അവസാനിപ്പിക്കത്തില്ലല്ലേ? എനിവേ, നോ ഇഷ്യൂസ്, ഐ വിൽ ടേക്ക് കെയർ. ഓക്കെ, താങ്ക് യുടാ. ഓക്കെടാ. ബെൻകുട്ടാ, ഇതിലേതാ ഇഷ്ടപ്പെട്ടെ? ഇതാണോ അതോ ഇതാണോ? ഏതാ ഇഷ്ടപ്പെട്ടെ? ഇതാണോ? ആ, നന്ദേട്ടാ, നന്ദേട്ടാ, ഇതില് രണ്ടിലേതാ നല്ലത് നോക്കോ. ഡോറയുടെ അല്ലേ വാങ്ങിയത്? ഡോറ വാങ്ങിക്കഴിഞ്ഞു. ഇതില് രണ്ടിലേതാ നല്ലത് നോക്കി പറ. ഇതെടുത്തോ. ബെന്നിന് ഇത് തന്നെയാ ഇഷ്ടപ്പെട്ടത്. നിങ്ങൾ തമ്മിൽ നല്ല പൊരുത്തമുണ്ട്. ബെൻകുട്ടാ, ഇനി വേറെന്താ വേണ്ടത്? ഇത് വേണോ? ഹലോ, അതെ രാജാ, പറഞ്ഞോ. നിന്റെ ഇൻറ്റ്യൂഷൻ കറക്റ്റാ. രണ്ടും നല്ല എ ക്ലാസ് കള്ളന്മാരാ. അതും നിസാരല്ല കേട്ടോ. ദേ ആർ പേഴ്സൺസ് വിത്ത് സോളിഡ് ഗോവൻ കണക്ഷൻ. എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ള ഫോട്ടോസ് എല്ലാം ഞാൻ നിനക്ക് വാട്സാപ്പിൽ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. എന്തോ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെ അവരോട് എത്തിയിരിക്കുന്നത്. സൂക്ഷിക്കണം. ഓക്കെ, താങ്ക് യു. നീ എനിക്ക് തന്ന ഫോട്ടോസ് ഞാൻ ഗോവയിലേക്ക് അയച്ചു കൊടുത്തു. ആ ഫോട്ടോസ് കണ്ടിട്ട് ഗോവയിലുള്ള എൻ്റെ ഒരു ഫ്രണ്ട് SI മാർട്ടിൻ ഉടനെ എന്നെ വിളിച്ചു. ഓൺ ദ സ്പോട്ട് അവൻ അവരെ ഐഡന്റിഫൈ ചെയ്തു. അവൻ പറഞ്ഞത് ഗോവ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന രണ്ട് കള്ളന്മാരാന്നാ. ഈ അടുത്ത കാലത്ത് അവന്മാരെ കുറിച്ച് യാതൊരു ഇൻഫർമേഷനും ഇല്ലാന്ന്. അപ്പൊ എൻ്റെ ഡൗട്ട് ശരിയായിരുന്നു. നിങ്ങളുടെ കിൻഡർ ഗാർഡനിലല്ലേ അവരിപ്പോൾ ഉള്ളത്? ഇനി വല്ല പിള്ളേരെ തട്ടിക്കൊണ്ടുപോക്കോ വല്ലോ ആണോ അവരുടെ ഉദ്ദേശം? അല്ല, വേറൊന്നും കൊണ്ടല്ല. അവരുടെ ഈ ഗോവൻ ലിങ്ക് വെച്ച് ആലോചിക്കുമ്പോൾ ചൈൽഡ് ട്രാഫിക്കിംഗ് വല്ല ആണോ അവരുടെ മനസ്സിലുള്ളത്? അങ്ങനെ ആവാൻ വഴിയില്ല. പിന്നെ അവരുടെ ടാർഗറ്റ് പ്രിയ, എൻ്റെ വൈഫ്. എൻ്റെ മകൻ ഇട്ടിരുന്ന പോലെയുള്ള ഡ്രസ്സിട്ട് അവനുണ്ടായിരുന്ന പോലെ ഈ ഡോറ പാവയോടുള്ള ഇഷ്ടം കാണിച്ച് അങ്ങനെ പല രീതിയിലും അവൻ അവളോട് എടുക്കാൻ ശ്രമിച്ചു. ഒരു പരിധിവരെ അവനതിൽ വിജയിക്കുകയും ചെയ്തു എന്നുള്ളതാണ് സത്യം. ഏയ്, നീ അത്രയ്ക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് അത്രയ്ക്ക് വലിയ ഹാർഡ് കോഡ് ക്രിമിനൽസ് ഒന്നും അല്ല അവര്. അല്പസ്വല്പം കള്ളത്തരം, പോക്കറ്റ് അടി, പിന്നെ കുറച്ച് കഞ്ചാവ് കച്ചവടം, അതിലും വലിയ പ്രൊഫൈലൊന്നും അവർക്കില്ല. നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, അവരെ പൊക്കിയെടുത്ത് ഞാൻ അകത്തിട്ടോളാം. ഇപ്പൊ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. മാക്സിമം ആൾമാറാട്ടത്തിനൊരു കേസ് എടുക്കാം. അതല്ലെങ്കിൽ തെളിയാതെ കിടക്കുന്ന 2-3 കേസ് എടുത്ത് അമ്മമാരുടെ തലയിലോട്ട് വെക്കാം. അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അപ്പോൾ അവന്മാർക്കെതിരെ ആക്ഷൻ ഒന്നും വേണ്ടാന്നാണോ നീ പറയുന്നത്? വേണം, പക്ഷെ ഇപ്പോഴല്ല. എന്തുകൊണ്ടാണ് ഇവർ പ്രിയയെ ടാർഗറ്റ് ചെയ്യുന്നത്?
അതാദ്യം കണ്ടുപിടിക്കണം. ഓക്കെ. അവരുടെ ഈ ഫാൻസി ഡ്രസ്സിൻ്റെ പുറകിൽ എന്തോ ഒരു കളിയുണ്ട്. യു ഡു വൺ തിങ്, ടെൽ മാർട്ടിൻ ടു ഗാദർ സം മോർ ഡീറ്റെയിൽസ്. എടാ അത് റിസ്ക് അല്ലേ, പ്രിയയ്ക്കും പിന്നെ ആ കിൻഡർ ഗാർഡനിലെ കുട്ടികൾക്കും അല്ല. ലീവ് ദാറ്റ് ടു മീ. ഇന്നു മുതൽ അവരുടെ ഓരോ നീക്കവും ഞാൻ വാച്ച് ചെയ്തോളാം.